ഇന്ത്യൻ നേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാന നേട്ടങ്ങൾ കൊയ്ത രണ്ട് പായ്ക്കപ്പലുകളാണ് ഇവിടേക്ക് ഇപ്പോൾ കടന്നു വരുന്നത്. ഒന്ന് തരങ്കിണി, മുൻപിൽ തരങ്കിണിയും പിന്നിൽ സുദർശിനിയുമാണ്. അത് ഈ ലോകം ചുറ്റി സഞ്ചരിച്ച ഭാരതത്തിൻ്റെ അഭിമാനകരമായ രണ്ട് പായ്ക്കപ്പലുകൾ. ഈ ആധുനിക കാലത്തും പായ്ക്കപ്പലുകളുടെ ഉപയോഗം നാവികസേനയെ അടക്കം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവിടെ ഒരു പണ്ടത്തെ യുദ്ധകാലത്തെ ഉപയോഗമൊക്കെ പോയെങ്കിലും അത്തരത്തിലുള്ള ഉപയോഗങ്ങളില്ല എങ്കിലും ഇന്നൊരു ട്രഡീഷൻ്റെ ഭാഗമായി നിലനിർത്തി പോകുന്ന ഇത്തരത്തിലുള്ള സെയിലിംഗ് സംവിധാനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മനോഹരമായ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ഭാഗമായി ഉപയോഗിക്കപ്പെടുന്നവയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ പായ്ക്കപ്പലുകളുടെ ചരിത്രം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഋഗ്വേദ കാലത്തോളവും എന്തിനേറെ മെസപ്പൊട്ടോമിയൻ കാലത്തോളം പഴക്കമുണ്ട്. ഭാരതത്തിൻ്റെ നാവിക പാരമ്പര്യത്തിന് ലോകത്തെ ആദ്യത്തെ രേഖപ്പെടുത്തിയ നാവികസേന എന്നുള്ളത്, സ്റ്റാൻഡിംഗ് നേവി എന്നുള്ളത് ചന്ദ്രഗുപ്തൻ്റെ ഗൗരൻ്റെ മൗര്യയിലായിരുന്നു, മഗധയിലായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിന് പിന്നീട് ഇങ്ങോട്ട് നമ്മൾ പണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ശതവാഹനന്മാർ, അതോടൊപ്പം തന്നെ ചോളന്മാർ, എന്തിനേറെ നമ്മുടെ കോഴിക്കോട് സാമൂതിരിയും കുഞ്ഞാലി മരക്കാർമാരും ഒക്കെ ചേർന്ന സുദീർഘമായ നാവിക പാരമ്പര്യത്തിൻ്റെ പ്രതീകങ്ങളാണ് ഈ ട്രഡീഷൻ്റെ, അല്ലെങ്കിൽ അത്രയധികം നീളമുള്ള, അത്രയധികം കാലത്തോളം പഴക്കമുള്ള പാരമ്പര്യത്തിൻ്റെ പ്രതീകങ്ങളാണ് നമുക്ക് മുന്നിലൂടെ ഇപ്പോൾ പോകുന്ന ലോകം ചുറ്റി സഞ്ചരിച്ച INS തരങ്കിണിയും INS സുദർശിനിയും അടങ്ങുന്ന ഈ പായ്ക്കപ്പലുകൾ എന്നുള്ളത്. അത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ട്രഡീഷൻ നിലനിർത്തുന്നുള്ളൂ. നാവികസേനയായാലും ശരി, കരസേനയായാലും ശരി, വ്യോമസേനയായാലും ശരി, ലോങ് സ്റ്റാൻഡിംഗ് ട്രഡീഷനുകൾ ഒരുപാട് അവർക്കുണ്ട്. കാലങ്ങളായി നിലനിന്ന് പോകുന്ന നിരവധി ചടങ്ങുകൾ അവർക്കുണ്ട്. ആ ചടങ്ങുകളും ആ സംസ്കാരവും ആ പാരമ്പര്യവും അതുപടി നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴാണ് ഒരു സ്റ്റാൻഡിംഗ് ആർമിക്ക്, ഒരു സ്റ്റാൻഡിംഗ് മിലിറ്ററിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് നേവിക്ക് അവയുടെ ഉയർന്ന രീതിയിലുള്ള ഒരു അച്ചടക്കവും അതോടൊപ്പം തന്നെ അതിൻ്റെ ട്രഡീഷനുകളും നിലനിർത്തിക്കൊണ്ട് പോകുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് ലോകത്തെല്ലായിടത്തും എല്ലാ സേനകളും പിന്തുടരുന്ന ഒരു കാര്യവുമാണ്. സമാനമായ രീതിയിൽ ഭാരതത്തിൻ്റെ അഭിമാനകരമായ സുദീർഘമായ പഴമേറിയ നാവിക പാരമ്പര്യത്തിൻ്റെ പ്രതീകങ്ങളായി INS തരങ്കിണിയും INS സുദർശിനിയും ലോകം ചുറ്റി സഞ്ചരിച്ച പായ്ക്കപ്പലുകൾ ഇപ്പോഴിതാ ഈ ശംഖുമുഖത്തിൻ്റെ തീരത്തൂടെ ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപതി സർവ്വസൈനാധിപയുടെ മുന്നിൽ കൂടി ഇവിടെ ഈ ശംഖുമുഖം തീരത്ത് ചേർന്ന് നിൽക്കുന്ന 10,000-കണക്കിന് വരുന്ന ഏതാണ്ട് 50,000-ലധികം പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് പ്രാഥമികമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കണക്ക്. പക്ഷേ ഇത്രയധികം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടും, ഇത്രയധികം തിരക്ക് നിയന്ത്രിക്കാനും റോഡുകളിൽ ഗതാഗത കുരുക്കുണ്ടാവാനുള്ള ക്രമീകരണങ്ങൾ പോലീസ് തങ്ങളുടെ സർവ്വസന്നാഹം എടുത്ത് ചെയ്തിട്ടും അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കും ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ശംഖുമുഖം തീരത്തിൻ്റെ ഒരു വശത്തേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അവിടേക്ക് അത്രയധികം ആളുകൾ കൂടി നിൽപ്പുണ്ട്. അവർക്ക് പാസ് ഇല്ലാതെ അവിടെ നിന്ന് ശംഖുമുഖം തീരത്ത് നിന്ന് ഈ കാഴ്ച കാണാൻ കഴിയുന്നവരാണ്. അങ്ങനെയധികം കൂടി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇതോടൊപ്പം തന്നെ ഇപ്പോഴിതാ ആ ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അത്രയധികം ആളുകൾ ഈ വൈകിയവേളയിലും നിന്ന് ഇവിടുത്തെ ഈ പ്രകടനങ്ങൾ ഓരോന്നായി കാണുന്നുണ്ട്. ആ പ്രകടനങ്ങൾക്കൊടുവിൽ ഈ കടലിലെ പ്രദർശനങ്ങൾ ഏതാണ്ടൊരു പരിധിവരെ സമാപ്തീകരിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇതിനുശേഷം വീണ്ടും ഈ വെസലുകളെല്ലാം തിരിച്ചിവിടേക്ക് എത്തും. ഒരു ലൈറ്റ് ഷോ ഉണ്ടാകും. ആ രാത്രി കുറച്ചുകൂടി ഇരുട്ടുമ്പോഴേക്കും ഒരു പ്രകാശമാനമായ അന്തരീക്ഷമാകും. അപ്പോഴേക്കും കൂടുതൽ ഇപ്പോൾ നമ്മൾ കണ്ട കപ്പലുകളൊക്കെ വൈദ്യുതാലങ്കാരത്തോടെ ഇവിടേക്ക് എത്തും. ഇപ്പോൾ